ideas, welcome back to our family. അപ്പം നമ്മൾ ഫുള്ള് ഫാമിലി ആയിട്ട് നമ്മൾ എന്തെവിടെ പോവാം, എന്തായാലും ഞണ്ണാൻ പോവാം. ചുമ്മാ ഇരുന്നപ്പം ഒരു വെറുതെ ഒന്ന് ഫുഡ് ചിക്കൻ അങ്ങോട്ടൊന്നും കഴിക്കാതെ ഉണങ്ങി മെലിഞ്ഞ്. കൊച്ചു ഉടുപ്പ് സെറ്റായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. കൊച്ചിന് ഡയപ്പർ കഴിഞ്ഞു, അതുകൊണ്ടിട്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. പോണ വഴിക്കിന് ഇപ്പം മേടിച്ചിട്ട് ഉടുപ്പ് ഇട്ട് കൊടുക്കും. കവിളിൽ കുത്തൊക്കെ ഇന്ന് അവൻ്റെ പപ്പയുടെ പണിയാണ്. കവിളിൽ കുത്ത്, നെറ്റിയിൽ കുത്ത്. ഞാനമ്മ വാ ഞാനിപ്പോളാണോ? ഞാനിപ്പോളൊരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. എല്ലാവർക്കും ഉമ്മ കൊടുത്തേ, ഉമ്മ പറഞ്ഞേ, ഒരു ഫ്ലൈങ് കീസ് കൊടുത്തേ. കണ്ട കണ്ട കണ്ട. അപ്പൊ നമ്മൾ പോണതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ദേണ്ട ജിത്തുക്കുട്ടനൊക്കെ റെഡിയായി. ഇതെൻ്റെ വല്യമ്മച്ചിയാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയും അമ്മയുടെ അമ്മയുമാണ്. അപ്പോൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. ഇറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാര്യം മനുമോൻ വന്നിട്ടില്ലായിരുന്നു. മനുമോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ, ചേച്ചി, ചേട്ടത്തി, എൻ്റെ അനിയത്തി, പിള്ളേർ, പിന്നെ മനുമോൻ, രൂപേഷ് അണ്ണൻ, വേറെ ജിത്തുക്കുട്ടൻ, ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ മന്തി മനസ്സിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ കണ്ടൊരു സ്ഥലം മന്തി മനസ്സിലായിരുന്നു. കാര്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും ആസ്വദിച്ച് ഫുഡ് കഴിക്കാനും തോന്നുമ്പോൾ നമുക്ക് മന്തി മനസ്സിലാണ് ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ബഡ്ജറ്റിനകത്ത് നിൽക്കുകയും ചെയ്യും, നല്ല ഫുഡുമാണ്. ഇവിടെ നമ്മുടെ കൊല്ലത്ത് കടപ്പാക്കടയിലെ മന്തി മനസ്സിൽ, കൊല്ലത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് മന്തി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മന്തി മനസ്സിലാണ് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും മജ്ലിസാണ് ബുക്ക് ചെയ്യാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആരും അങ്ങനെ അവിടെ കാണത്തില്ല. നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ അവിടെ ആയിരിക്കും എടുക്കുന്നത്. കാര്യം പിള്ളേരൊക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കും. കാശി ബേബി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചെയറിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഇറങ്ങി ഓടിക്കറങ്ങിയൊക്കെ നടക്കും. അതുകൊണ്ടിട്ട് നമുക്കും കംഫർട്ടാണ്, കുഞ്ഞുങ്ങൾക്കും കംഫർട്ടാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ അവിടെ നോക്കി എടുക്കുന്നത്. ഞങ്ങൾ ചെന്നിട്ട് നമ്മൾ അൽഫാം മന്തി ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അൽഫാം കഴിക്കില്ല കേട്ടോ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അൽഫാമിനോട്. സോ ചോദിച്ചു അന്നേരം അത് ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ തന്നെ നമ്മുടെ മന്തി മനസ്സിൻ്റെ തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്. അതിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കോൺടാക്ട് നമ്പർ തന്നു. അവർ വിളിച്ചപ്പോൾ അവിടെ ബീഫ് മന്തിയും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. വേണ്ട ഈ ബ്രോ അവരുടെ കോൺടാക്ട് നമ്പർ കൊണ്ട് തന്നതാണ് കേട്ടോ. നമ്മൾ ബീഫ് മന്തി ഉണ്ടായിരുന്നു, അൽഫാം മന്തി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ നോർമൽ മന്തി തന്നെ പറയാം. എനിക്ക് കൂടുതലും മന്തിയിൽ നോർമൽ മന്തി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. മന്തി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മന്തി കഴിക്കണം. എനിക്ക് ഇവിടുത്തെ നമ്മുടെ കൊല്ലത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, കൊല്ലത്തുള്ളവർ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക. മന്തി മനസ്സിൽ കടപ്പാക്കട ഉള്ളിടത്ത് പോവുക. കടപ്പാക്കട വരെ പോകണ്ട കേട്ടോ. എനിക്ക് കറക്റ്റ് രണ്ടാംകുറ്റിയാണെന്ന് തോന്നുന്നു. കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോഴത്തേന് ഇതേണ്ട ഒരു ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ സലാഡും മയോണൈസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. മനു ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് കാശിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. മനിയാണ് കാശിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റി. പക്ഷെ അവന് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതേണ്ടേ മന്തി വന്നു. നമ്മൾ 2 മന്തിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 8 പേരുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് 2 മന്തിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് സെർവൊക്കെ ചെയ്തു. ഈ നമ്മുടെ മജ്ലിസ് ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ തറയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സമാധാനം, സന്തോഷം, ഒരു രസമാണ് എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെർവ് ചെയ്ത് കൊടുത്ത് നമ്മളിതേ ഫുഡൊക്കെ എടുത്ത്, ഞാൻ പറഞ്ഞ കണക്ക് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക. നല്ല സൂപ്പർ മന്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മന്തി. നല്ല ടേസ്റ്റുമാണ്, ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് കഴിച്ചു കഴിഞ്ഞതെന്ന് അറിയത്തില്ല. കഴിച്ചു കഴിഞ്ഞതേണ്ടേ നമ്മുടെ കാശി ബേബി ഇറങ്ങി താഴെ ഇരുന്നിട്ടുണ്ട്. ആ ബേബിക്ക് വേണ്ടുന്ന ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത്. അത്യാവശ്യമുള്ളതൊക്കെ മനു കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുവിൻ്റെ സൈഡിലായിരുന്നു കാശി ഇരിപ്പുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഞാൻ ഫുഡ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മനു കാശി ബേബിക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷമാണ് മനുമോൻ ഫുഡ് കഴിക്കുന്നത്. ഈ
സ്പൂൺ എടുത്ത് കയ്യിൽ വെച്ചപ്പോഴേ ഞങ്ങൾക്കറിയാം എന്തോ വികൃതി കാണിക്കാനാണെന്ന്. പിന്നെ സൈഡിലിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാരി കഴിക്കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ദേവു വീഡിയോ എടുക്കുന്നുണ്ട്, മനു ലാസ്റ്റ് എല്ലാവരും നിന്നെ കുറ്റം പറഞ്ഞ് ഫുഡ് കുഞ്ഞിന് കൊടുത്തില്ല എന്ന് പറയുമെന്ന്. അപ്പം മനു ഇടയ്ക്കൂടെ പിച്ച് കൊടുത്തപ്പോഴത്തേനും ആൾക്ക് വേണ്ട, ആളുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടിട്ട് ആൾക്ക് വേണ്ട, കഴിക്കാതെ ഇങ്ങനെ നോക്കി കാർട്ടൂൺ കാണുകയും വേണം, കഴിക്കുകയും വേണം, കളിക്കുകയും വേണം. ഇതാണ് ആളുടെ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പാത്രവും സ്പൂണും കിട്ടിക്കഴിഞ്ഞാൽ കാശി ബേബിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. വേറെ കളിപ്പാട്ടം എന്തുണ്ടെങ്കിലും അവനതൊന്നും വേണ്ട. ഇങ്ങനെ ഇരുന്ന് പാത്രവും സ്പൂണും വെച്ച് കൊട്ടി കളിച്ച് ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് മനുമോനുള്ളതുകൊണ്ടിട്ട് എനിക്ക് വലിയ വിഷയമില്ലായിരുന്നു ഇപ്രാവശ്യം. ബിക്കോസ് മനു തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്ത്, കാശിയുടെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് നോർമലി അങ്ങനെയാണ്, ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ മുന്നേയൊക്കെ മനുവിൻ്റെ അടുത്ത് പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി മനുവും കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം. എൻ്റെ കയ്യിൽ നിന്ന് അവൻ വേറെ ആരുടെയും കയ്യിൽ പോവില്ല. ഇപ്പം മനുവിൻ്റെ അടുത്ത് ആകുമ്പോഴത്തേനും മനുവിൻ്റെ അടുത്ത് ഇരിക്കും, മനുമാമെന്ന് വിളിച്ച് ചെന്നോളും. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കൂളായി ഒരു എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമോ, എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമോ, വീഡിയോ എടുക്കുകയോ എന്തോന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പെപ്സിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പെപ്സി വന്നിട്ടുണ്ടായിരുന്നു. മന്തി കഴിച്ചതിന് ശേഷം എല്ലാവർക്കും പെപ്സി നിർബന്ധമാണ് കേട്ടോ, കഴിക്കാനുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്കൊരു സുലൈമാനി വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എനിക്കതും കിട്ടി കേട്ടോ. എൻ്റെ ഫുഡ് ഇത്രയേ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അങ്ങനെ ചിക്കനൊന്നും അങ്ങനെ പുറത്തുനിന്ന് എനിക്ക് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചിക്കൻ ബ്രോസ്റ്റഡൊക്കെ മുന്നേയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, ഇപ്പോൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ മനുവിനോട് ചോദിച്ചു മനു ചിക്കൻ വേണമെന്ന് വെച്ചാൽ മനു ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ കൂടുതൽ പ്രോട്ടീൻ എടുക്കും, ഈ എഗ്ഗും ചിക്കനും ഒക്കെ എടുക്കും. സോ അതുകൊണ്ടിട്ട് ഞാൻ മനുവിനോട് ചോദിച്ചു, ഞങ്ങൾ ബ്രോസ്റ്റഡ് മേടിച്ചാൽ പോലും ഞാൻ അതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ ഇളക്കി കഴിച്ചിട്ട് ഞാൻ ഉള്ളിലുള്ള മാംസം അവനെ കൊടുക്കും. അപ്പോൾ അവൻ പറയുന്നത് ദേവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പിയാണ്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വേണ്ടാത്ത വേസ്റ്റൊക്കെ അവൾ കഴിച്ചോളും, ബാക്കി ആവശ്യമുള്ളതൊക്കെ എനിക്ക് തരുമെന്ന്. സത്യമാണ്, അങ്ങനെ അവന് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് എല്ലാവരും കാശീനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ദേണ്ട നമ്മുടെ ജാനിമോൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് അവൾക്ക് കൊടുത്ത് ആ പ്ലേറ്റിലുള്ള ഫുഡെല്ലാം അവൾക്ക് വെച്ച് കൊടുത്ത ഫുഡെല്ലാം അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. പിള്ളേരുടെ കാര്യത്തിൽ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിർബന്ധം പിടിക്കാത്തപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. സോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാവരും. പിന്നെ ഞാൻ വൺസ് അഗെയിൻ പറയുകയാണ്, നിങ്ങൾ അതേണ്ടേ പാത്രമൊക്കെ തട്ടിമറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ കാശി ബേബീൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ബ്ലാക്ക് കളറിലെ പാത്രം കണ്ടോ, അത് മനുമോൻ ക്ലീൻ ആക്കി വെച്ചേക്കാണ്. കൊടുത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ എല്ലാം കഴിച്ചിട്ട് എല്ല് മാത്രമാണ് വെച്ചിരിക്കുന്നത് കണ്ട. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സുലൈമാനി കുടിക്കാൻ തോന്നി. അപ്പോൾ പുറത്ത് ഒരു സുലൈമാനി, നമ്മുടെ സുലൈമാനി അല്ലായിരുന്നു, എന്തായിരുന്നു ലെമൺ ടീ ആയിരുന്നു കേട്ടോ. ലെമൺ ടീ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ട് കുടിച്ചിട്ട് കാശി ബേബിക്ക് കൊടുത്ത് നിലത്തിരുന്നേ. പിന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടി. പിന്നെ ഞാൻ ജിത്തുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് എണീച്ചത്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് സ്പോട്ട് വരുന്നത് നമ്മുടെ കടപ്പാക്കട, നമ്മുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, സ്റ്റുഡിയോൻ്റെ സൈഡിലായിട്ടാണ്, സ്റ്റുഡിയോൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു മന്തി മനസ്സിൽ വരുന്നത്. ഇത് മാത്രമല്ല അവർക്ക് വേറെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ഇത് പ്രൊമോഷനല്ല, ഞാൻ അവിടെ പോയി കഴിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ഫുഡ് സൂപ്പർ ഫുഡാണ്, നമുക്കങ്ങനെ മടുക്കതേ. നമ്മൾ മന്തി മനസ്സിൽ നിന്ന് മന്തിയൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. ഇവരിതിനിടയ്ക്ക് ദേവി ഉണ്ടെങ്കിൽ ഇരിക്കൂടാ, അല്ലാതെ ഇരിക്കത്തില്ല. അതാ ചിലപ്പോ കരയൂടാ. കാശിക്കുട്ടിനെ മനുവിന്റെ രൂപേഷന്റെ കാശി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാനുമോൾ എന്തേ അപ്പച്ചി ശുന്നരിയാണോ? ശുന്നരി പറഞ്ഞേ അങ്ങനെയല്ല, എങ്ങനെയാ പറയുന്നത്? അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇനി പുഷ്പ പോവുകയാണെന്നുണ്ടെങ്കിൽ പറയാം, നോക്കാം. പോണുണ്ട്. എന്തുവാ ആ ചേച്ചി 2 പിള്ളേരെ കൊണ്ടിട്ട് പനിക്കാടായിരിക്കും. മോളൂട്ടുണ്ട്.
അല്ല അവരത് എല്ലാ അപ്പനാട്ടോ. അവരത് മാത്രം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തിയിട്ട് പുഷ്പ കൺഫേം ആയി. ഞങ്ങളിതാ പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം. അവിടെ ചെന്നിട്ടല്ലേ ടിക്കറ്റ് എടുക്കുന്നത്? കാശുകൂട്ടം വന്നപ്പോഴത്തേന് ഉറക്കമായിരുന്നു. ഇപ്പൊ പിന്നെ തട്ടി ഉണർത്തിയതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു നൈറ്റ് വ്ലോഗ്. ഇനിയിപ്പോൾ സിനിമ കണ്ടിട്ട് എവിടെയെങ്കിലും പോയി ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. ഒരു ബൈ പറ. ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ടാറ്റ പറ ബൈബി. പറ ടാറ്റ. ടാറ്റ പറ. ടാറ്റ.